നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമസ്കാരം. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൊതുവേ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, പാമ്പിനെ കാണുന്നത് അല്ലെങ്കിൽ പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് ഇത്തരം കാര്യങ്ങൾ വളരെ ദോഷമാണ്, മറ്റു പല ഭവിഷ്യത്തുകളും ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊന്ന് പറയാമോ സർ? ഈ പാമ്പിനെ സ്വപ്നത്തിൽ കാണുക അല്ലെങ്കിൽ പാമ്പിനെ നമ്മളെപ്പോഴും കണ്ണിൽ കാണുക, ഇതെല്ലാം പറയുന്നത് പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് ഒന്നുകിൽ സർപ്പദോഷം ഉള്ളതുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ശത്രുദോഷം ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പാമ്പിനെ സ്വപ്നം കാണിക്കുമ്പോൾ അതൊരു തമാശയായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടണ്ട, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കണ്ണിൽ പാമ്പിനെ കാണിക്കുന്നുണ്ട് കണക്ക് കൂട്ടുക. നമുക്ക് സർപ്പദോഷം, പാമ്പിനെ നേരിൽ കാണിക്കുന്നത് എപ്പോഴും സർപ്പദോഷത്തിൻ്റെ മുന്നോടിയാണ്. അതേപോലെ സ്വപ്നത്തിൽ കാണിക്കുന്നത് ഒന്നുകിൽ സർപ്പദോഷം അല്ലെങ്കിൽ ശത്രുദോഷമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അന്ധവിശ്വാസം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ കമൻസ് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മളുടെ ജനങ്ങൾക്ക് എങ്ങനെ ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കും, അതിന് ഈ ശാസ്ത്രത്തെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും, അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളുന്നുള്ളൂ. അല്ലാതെ തിന്മയും നിഷിച്ച് നടക്കുന്നവർക്ക് ആ വഴിക്കടെ തന്നെ നടക്കാം. കാരണം അവരെ ഒരിക്കലും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ ജന്മം തന്നെ അങ്ങനെയാണ്. അതായത് ഈ പ്രകൃതിയിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ക്ഷുദ്രജീവികൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഈ പാമ്പെന്ന് പറഞ്ഞാൽ ഒരു ക്ഷുദ്രജീവി തന്നെയാണ്. അതേപോലെ വണ്ട്, നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും ആവശ്യമില്ലാത്ത കൊതുക്, അതേപോലെ ഇങ്ങനെയുള്ള ഒത്തിരി ക്ഷുദ്രജീവികൾ. അപ്പോൾ ശരിക്കും സൃഷ്ടി നടത്തിയിരിക്കുന്ന ഈശ്വരൻ ശരിക്കും നമുക്ക് തോന്നിക്കൂടെ, ഈശ്വരൻ എന്തിനാ ഈ വേണ്ടാത്തതിനൊക്കെ സൃഷ്ടിച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള, അപ്പോൾ ഈശ്വരൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് അല്ലെങ്കിൽ പ്രകൃതിക്ക്, വൃക്ഷങ്ങൾക്ക്, ഇങ്ങനെയുള്ള പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തേണ്ടതായ ജീവജാലങ്ങൾക്ക് എല്ലാം ദ്രോഹം വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സാധനത്തിന് റെഡിയാക്കി കൊണ്ട വല്ല കാര്യമുണ്ട്. അപ്പോൾ ഈശ്വരന് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കുക, ഈ പ്രകൃതി എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിയുടെ ചലനം മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് രാത്രിയും പകലും. അല്ലെങ്കിൽ നമുക്ക് പകൽ മാത്രം മതി, രാത്രിയുടെ ആവശ്യമില്ല. അപ്പോൾ രണ്ടും വന്നാൽ മാത്രമേ ഇത് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചില സംഭവങ്ങൾ നശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു തെങ്ങ് നശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കൊമ്പൻചെല്ലി എന്ന് പറയുന്ന ഒരു ചെള്ളിൻ്റെ ഉപദ്രവമുണ്ട്. അപ്പോൾ ഇതൊക്കെ കയറുമ്പോഴാണ് ഇത് നശിച്ചു പോകും. അപ്പോൾ ഈ നാശം പ്രകൃതി നിയമമാണ്. അതാണ് പ്രകൃതി എന്ന് പറയുന്ന ദൈവം തന്നെ. അപ്പോൾ ആൾ തന്നെയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇത് രണ്ടും ഗുണവും ദോഷവും വേണമെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ രണ്ടും വേണം എന്ന് പറയുന്ന പ്രകൃതി തന്നെയാണ് ഇതെല്ലാം വിടുന്നത്. അപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കണ്ടെത്താനാണ് ശരിക്കും ജ്യോതിഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്, സ്വപ്നത്തിൽ പാമ്പിനെ കാണാമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശത്രുദോഷം ഉണ്ടാവും അല്ലെങ്കിൽ സർപ്പദോഷം ഉണ്ടാവും. ഇത് തന്നെ നമ്മളുടെ അടുത്ത് മുമ്പ് പലരും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് വീട്ടിലെ പറമ്പിൽ പുല്ലങ്ങ് അരിയാൻ നിന്ന സമയത്ത് പെട്ടെന്ന് പുല്ലങ്ങ് പിടിച്ച സമയത്ത് അടിക്കടെ പാമ്പ് ഓടിപ്പോയി. അപ്പോൾ വിചാരിച്ചു എൻ്റെ ഭഗവതി എന്നെ രക്ഷിച്ചു. അതേപോലെ തന്നെ അടുപ്പിലേക്ക് കത്തിക്കാൻ വേണ്ടി വിറകെടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിറക് അങ്ങ് നീക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാമ്പിരിക്കുന്നു. ഉടനെ അവർ വിചാരിച്ചു ദേവി രക്ഷിച്ചു. അപ്പോൾ ഞാനവരോട് പറഞ്ഞു, നിങ്ങളെ ദേവി അടയാളം കാണിച്ചു തന്നെ, നിങ്ങൾക്ക് സർപ്പദോഷമുണ്ട്, കൃത്യമായിട്ട് നല്ല വിവരമുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി അതെന്താണെന്ന് വെച്ചാൽ തീർക്കാനാണ് കാണിക്കുന്നത്. അല്ലാതെ ദേവി നിങ്ങളെ രക്ഷിച്ചതല്ല, നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തന്നതാണ്. പക്ഷേ ഈ ജനം തെറ്റിദ്ധരിക്കുകയാണ്, ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. ഭഗവാൻ അങ്ങനെ മാത്രമേ തരാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ഭഗവാൻ വന്നിട്ട് ഈ സർപ്പം എന്ന് പറയുന്ന ബാധയെ പിടിച്ച് മാറ്റാൻ പറ്റുമോ? അതിൻ്റെ കാരണം എന്താ? ഈ ബാധയിൽ വരുന്ന സർപ്പവും ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ പിന്നെ ആ ചൈതന്യങ്ങൾ പരസ്പരം അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്ന ഒരു ആചാര്യൻ ഈ ദേവതകൾ ഉപയോഗിച്ച് തന്നെ, ഇപ്പോൾ നമ്മളത് മാറ്റാൻ പറയുന്നാൽ മാത്രമേ അവർ മാറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള സൂചനകൾ തരുന്നത് ഈ സ്വപ്നത്തിൽ പാമ്പിനെ കാണുക അല്ലെങ്കിൽ നേരിൽ പാമ്പിനെ കാണുക, ഇങ്ങനെയുള്ളതെല്ലാം ഒന്നിൽ സർപ്പദോഷമായിരിക്കും അല്ലെങ്കിൽ ശത്രുദോഷമായിരിക്കും. പിന്നെ അതേപോലെ ചിലർ പറയാറുണ്ട് മലവിസർജ്യങ്ങളെല്ലാം സ്വപ്നത്തിൽ കാണുന്നു, സ്ഥിരമായിട്ട് കാണുന്നു. അതെല്ലാം ചാത്തൻ എന്ന് പറയുന്ന മൂർത്തിയുടെ ഉപദ്രവമാണ്. അതേപോലെ ചില വീടുകളിൽ എപ്പോഴും ആടിൻ്റെ മണം ഉണ്ടാവും, മുട്ടനാടിൻ്റെ മണം. അങ്ങനെ വീട്ടിൽ ആടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ നാലാം വേദക്കാരുടെ ഉപദ്രവമായ ജിന്നിൻ്റെ ഉപദ്രവമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന തർക്കിക്കുന്ന യുക്തികളോട് നമ്മൾ പറയുന്നത്, എന്നാൽ അവർക്ക് അവരുടെ വീട്ടിൽ ചെന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഈ ആടിൻ്റെ സ്മെല്ല് വരുന്ന വീട്ടിൽ ഇവർക്ക് എന്ന് പരിശോധിച്ച് നോക്കാം. സ്മെല്ല് ഇപ്പോൾ ആർക്കും വേണമെങ്കിൽ തിരിച്ചറിയാമല്ലോ. അപ്പോൾ അതൊന്നും ഈ കണ്ണിൽ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, കണ്ണിൽ കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് ശ്വസിച്ചറിയാം. ഈ സ്മെല്ല്, ആടില്ലാത്ത വീട്ടിൽ ആടിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേരൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഈ പൂജാതി കർമ്മം ചെയ്ത് കഴിയുമ്പോൾ അവിടെ പിന്നെ സ്മെല്ല് ഉണ്ടാവില്ല.
അപ്പോൾ നമുക്ക് ഞാനും പറയുന്നത് നിങ്ങൾക്കങ്ങനെ ഈ സമ്പ്രദായിക ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള മിറക്കിൾസ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് തെളിയിച്ച് ഇതൊരു സത്യമാണ് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് തയ്യാറുള്ള ആർക്ക് വേണമെങ്കിലും നമ്മളുടെ അടുത്ത് വരാം. അല്ലാതെ വെറുതെ വെല്ലുവിളിച്ച് വന്നാൽ പോരാ. ഇങ്ങനെയുള്ള സമ്പ്രദായം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ, അതായത് മുമ്പ് സ്മെല്ലുള്ള വീട്ടിൽ അവിടെ ചെന്ന് സ്മെല്ല് കാണിക്കുകയും, അതായത് ഇപ്പോൾ അവർ വേണമെങ്കിൽ കയറി നമ്മൾ തലേ സാടിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്മെല്ല് അങ്ങനെ വേണ്ട. അവർക്ക് ഇതെല്ലാം അവിടെ പരിശോധിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെന്ന് നോക്കാം. അപ്പോൾ കാരണം യുക്തിവാദി പല രീതിയിലും യുക്തി ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് ഈ സ്മെല്ല് അവിടെ വന്നിട്ട് പിന്നീട് നമ്മൾ പൂജാപരിഹാരത്തിലൂടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ സ്മെല്ലെല്ലാം മാറിക്കഴിയുമ്പോൾ ചിന്തിക്കുക, അപ്പോൾ ഈ ബാധാദോഷം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. അതനുസരിച്ച് അവർക്ക് ആ ജീവിതത്തിൽ ഉയർച്ച വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പ്രകൃതി നമുക്ക് തരുന്നത് ഈ വാതോപദ്രവം വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ചിലർ വിളിച്ചു ചോദിക്കാറുണ്ട്, പല്ല് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ വല്ല ദോഷമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അത് എല്ലാവർക്കും ഉള്ളൊരു ഭയപ്പാടാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ പല്ല് എന്ന് പറയുന്ന ഈ ജീവി ദേഹത്ത് വീഴുക, തലയിൽ വീഴുക, എവിടെയെങ്കിലും വീഴട്ടെ. കാരണം പല്ല് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. ഒരു വീടുകളിലൊക്കെ ഇഷ്ടംപോലെ പല്ലുകളുണ്ടാവും. ഈ പല്ലുകളൊക്കെ എപ്പോഴും ഈ പിടി വിട്ട് കഴിയുമ്പോൾ താഴേക്ക് തന്നെ പോരും. അപ്പോൾ നമ്മളധികം നടന്നു പോകണമെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ വീഴും. അതുകൊണ്ട് പല്ല് വീണു എന്ന് കരുതിയിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. പിന്നെ നിങ്ങൾക്കിനി ഭയമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ശിവക്ഷേത്രത്തിൽ ധാരയും കൂളപുഷ്പാഞ്ജലി പിൻവിളക്ക് വെള്ളം നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ വരുന്ന ദോഷം അവിടെ തീർന്നോളും. ഈ പല്ലി എന്ന് പറയുന്ന ജീവി വീഴുന്നതുകൊണ്ട് യാതൊരു ദോഷവും. കാരണം നമ്മൾ ഒത്തിരി പേര് വിളിച്ചു ചോദിക്കാറുണ്ട്, ഇന്നലെ തലയിൽ പല്ലി വീണു, ഇനി വല്ല സംഭവിക്കുമോ? കാരണം നമുക്കൊരു കോമഡി പോലെ തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ച് ടെൻഷനായിരിക്കും. അങ്ങനെ ഈ പച്ചക്കുതിര വന്നിരുന്നു കഴിഞ്ഞാൽ പച്ചക്കുതിര വന്നാൽ ധനം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അതിൻ്റെ സത്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പച്ചക്കുതിര വന്നാൽ പലയിടത്തും പച്ചക്കുതിരയൊക്കെ വന്നിരിക്കാറൊക്കെ ഉണ്ട്, ധനം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടോയെന്ന് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് എന്തായാലും ആ വക അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ പല്ല് വീഴുന്ന ഒരു സമ്പ്രദായം സ്ഥിരം വീടുകളിൽ സംഭവിക്കുന്നതാണ്. അതൊക്കെ ഒത്തിരി കോൾസ് വരാറുണ്ട്, ഇങ്ങനെ പല്ല് വീണു അതുകൊണ്ട് ദോഷമുണ്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക, പല്ല് വീണാൽ വേറെ യാതൊരു ദോഷവും. വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ധാരയും കൂളപുഷ്പാഞ്ജലിയും പിൻവിളക്ക് വെള്ളം നിവേദ്യം നടത്തിയാൽ മതി. പലരും പറയാറുണ്ട് ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, നമുക്ക് പിന്നെ ഫോണിൽ സംസാരിക്കണമെങ്കിൽ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇതെന്താ സംഭവിക്കുക, നമുക്ക് ഒത്തിരി ഫോൺ കോൾസാണ് വരുന്നത്. ഒരു ദിവസം തന്നെ ഒരു ഫോണിൽ തന്നെ ഒരു 400-450 കോൾസ് മിനിമം വരും. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ വിളിക്കുന്നവർക്കൊരു മര്യാദയില്ല. കാരണം രാവിലെ 6 മണിക്ക് ഫോൺ വിളി തുടങ്ങി കഴിഞ്ഞാൽ വിളി നിർത്തുന്നത് രാത്രി 12 ആകുമ്പോഴാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കസ്റ്റമർ കെയറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്നില്ല പരാതി ഉണ്ടെങ്കിൽ ഫോണിൽ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അതിന് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കൗമുദി ചാനലിലേക്ക് ലെറ്റർ വഴി എഴുതി അറിയിക്കാം. അപ്പോൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കുന്ന ലെറ്ററുകൾ, ജനോപകാരപ്രദമായ ലെറ്ററുകൾക്ക് ചാനലിലൂടെ തന്നെ മറുപടി തരും. അല്ലാതെ ഫോണിലൂടെ സംശയം ചോദിച്ച് എന്തായാലും അതിന് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മളുടെ കസ്റ്റമർ കെയറൊക്കെ പറയുമ്പോൾ പലരും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് എഴുതിയിട്ടാണ് അതിന് ചെറിയ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ നേരിട്ട് വരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വിളിക്കുന്നവർക്ക് അതൊന്നുമല്ല, ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വിളി. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ഇവരങ്ങ് ശോഭിച്ച് വിളിക്കും. അത് കഴിഞ്ഞ് ഒരു 10 പേര് ശോഭിച്ച് കഴിഞ്ഞ് 11ാമത് വരുന്ന ആളോട് അവരും ശോഭിക്കും. കാരണം എല്ലാവരും മനുഷ്യരാണ്. ഇപ്പം ഞാനാണ് ഫോൺ എടുക്കുന്നത്, നമുക്ക് കുറേ ക്ഷമയുണ്ടാവും, അവരെ സംബന്ധിച്ച് ക്ഷമയുണ്ടാവില്ല, സാധാരണ ആളുകളാണ്. അപ്പോൾ ഈ കസ്റ്റമർ കെയർ തന്നെ ഫോൺ എടുത്തിട്ട് പല പേരെ ഞാൻ മാറ്റിക്കളഞ്ഞു. മാറ്റാൻ കാരണം ഇവരൊരു 10 ദിവസം ഫോൺ എടുത്ത് 11 ദിവസം അവർക്ക് പറ്റില്ല എന്ന് പറയും. എന്ത് കൊടുത്താലും അവരതിനൊന്നും തയ്യാറില്ല. കാരണം വിളിച്ചിട്ട് പറയുന്ന അസഭ്യ വാക്കുകൾ, അതേപോലെ വേണ്ടാത്ത കുനിഷ്ഠ ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആർക്കും ഇഷ്ടം ഇല്ലാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടണില്ല എന്നുള്ള പരാതിക്ക് നമുക്ക് കിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരുന്നതിനാണ് ഈ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മാസം ബുക്കിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ അടുത്ത് തന്നെ മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം നാടുകളിലേക്ക് ഞങ്ങൾ സന്ദർശനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജൂൺ മാസം മുതൽ അവിടെയൊക്കെ കൺസൾട്ടേഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. കൗമുദി ചാനലിലേക്ക് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനോപകാരപ്രദം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ചെറിയ സംശയം, ഇപ്പോൾ സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്ന കേസൊക്കെ പറഞ്ഞത് ഒരു കസ്റ്റമർ നമ്മളോട് വിളിച്ചു ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള സംശയങ്ങൾ അപ്പം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ പോലും അത് ഒരു വലിയ ചോദ്യമാണ്. കാരണം പലരെയും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്ത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് കത്ത് മുഖേന ബന്ധപ്പെടാവുന്നതാണ്. അതിന് നമുക്ക് സമയമനുസരിച്ച് അതിനുചിതമായ മറുപടി എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം തപ്പിയെടുത്തിട്ട്, വെറുതെ ആവശ്യമില്ലാതെ ഒരു പട്ടത്തരം വിളിച്ചാൽ എന്തായാലും തയ്യാറാവില്ല. നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം തപ്പിയിട്ട് മാത്രമേ മറുപടി പറയുള്ളൂ. എനിക്ക് എൻ്റെ ഗുരുനാഥൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എല്ലാത്തിനും ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഗ്രന്ഥങ്ങളിലേക്ക് തന്നെ പോകേണ്ടി വരും. പിന്നെ നമ്മൾ പലർക്കും ഒരു ഡൗട്ടുള്ളത്, നമ്മൾ ഏത് ഗ്രന്ഥത്തിനെ ആസ്പദമാക്കിയാണ് ഈ വിഡിത്തങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞങ്ങളിത് ആദ്യമേ ഈ ചാനലിൽ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു, നമ്മൾ ആചാര്യ സംവാദം എന്ന് പറയുന്ന
ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അത് 1912 മംഗലാപുരത്തു നിന്നാണ് അതിൻ്റെ എഡിഷൻ പുറത്തിറങ്ങിയത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേരുടെ കയ്യിലേക്ക് ആ ഗ്രന്ഥങ്ങൾ കിട്ടി. ഉടനെ തന്നെ കൊച്ചി മഹാറാണി ആ ഗ്രന്ഥങ്ങളെല്ലാം കണ്ടുകെട്ടി. ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അതിൽ ഇതേപോലെയുള്ള ഒത്തിരി സത്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ശാസ്ത്രീയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊച്ചി മഹാറാണി ആ കാലഘട്ടത്തിൽ ഇതെല്ലാം കണ്ടുകെട്ടിക്കളഞ്ഞു. അപ്പോൾ അതിൻ്റെ കോപ്പി വെച്ചിട്ടാണ് ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അതിൻ്റെ ആധികാരികമായ പല ഗ്രന്ഥങ്ങളും പല മന്ത്രങ്ങളും ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. പല മൂർത്തികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലർക്ക് വിഡ്ഢിത്തം എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ മൂലമന്ത്രങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളതെല്ലാം സത്യമാണെന്ന് തന്നെ പറയുന്നത്. അതിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഒരു വിഡ്ഢിത്തം പറയേണ്ട ഒരു ആവശ്യമില്ല. ചാനലിൽ നാണം കെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് സ്വയം നാണം കെടേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് അറിയണം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ പരീക്ഷിക്കാം. അല്ലാതെ വെറുതെ ബോഷ്ക്ക് കാണിച്ച് വെല്ലുവിളിക്ക് വരാതിരിക്കുന്നതായിരിക്കും ഉത്തമം. പ്രേക്ഷകരുടെ സംശയങ്ങൾ കത്തുകളിലൂടെ എഴുതിയറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു സെഗ്മെന്റിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.